നമസ്കാരം. ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വസിഷൻ പ്രോഗ്രാം ഈ ലാപ്പിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ. ഫോർമൽ ടു ഇൻഫോർമൽ, നമ്മൾ ഒരേ സമയം റിട്ടൺ ലാംഗ്വേജും സ്പോക്കൺ ലാംഗ്വേജും പഠിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ആധികാരികമായിട്ട് ആത്മവിശ്വാസത്തോടെ സെൻറ്റൻസിന് തെറ്റില്ലാതെ സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ആ പരിശീലനമാണ് ഈ ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ കയറി നമ്മുടെ വീഡിയോസ് അനലൈസ് ചെയ്യുമ്പോൾ 1,00,000-ഓളം വ്യക്തികൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിൽ ഏതാണ്ട് 20% മാത്രമേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ യൂട്യൂബ് സെർച്ചിലൂടെ അത് കാണുകയാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അത് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായ ക്ലാസ് നമുക്ക് കിട്ടുകയുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെസൺസിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊരു ഗുരുദക്ഷിണയായി കരുതണം. കാരണം ഈ ക്ലാസ്സിൽ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ചിലവുമില്ലല്ലോ. തീർച്ചയായും നിങ്ങൾ പഠിക്കും. ഫോർമൽ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കും, സ്പോക്കൺ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കും. അതിനുള്ള ഒരു അടിത്തറയാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത് ഈ ക്ലാസ്സിൽ. കാരണം വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്, ഇവിടം വരെ എത്തിച്ചിരിക്കുകയാണ്. A to Z ചലഞ്ച് എന്ന ഒരു പ്രത്യേക പ്രോഗ്രാമിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും ഈ ചാനലിലുണ്ട്. എങ്കിൽ പോലും യാതൊരു തരത്തിലും ഇംഗ്ലീഷുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തികൾക്കും, സ്കൂളിൽ പഠനം കുറവാണെങ്കിൽ പോലും, സ്കൂളിലുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്നത് കുറവാണെങ്കിൽ പോലും ഈ ക്ലാസ് തുടക്കം മുതൽ അറ്റൻഡ് ചെയ്യുന്നയാൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് എഴുതും, ഇംഗ്ലീഷ് സംസാരിക്കും. ഫോർമൽ ലാംഗ്വേജിൽ നിന്നും ഇൻഫോർമൽ ലാംഗ്വേജിലേക്കുള്ള ഒരു സഞ്ചാരം. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് തന്നെ A to Z ചലഞ്ച് എന്നാണ്. അത് നിങ്ങൾ എല്ലാ ക്ലാസ്സും നിങ്ങൾ തുടർച്ചയായി കാണണം. A to Z ചലഞ്ചിൻ്റെ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും, അതായത് തുടക്കം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് പരിശീലിക്കുക, എന്തൊക്കെ സാഹചര്യങ്ങൾ നമുക്കുണ്ടാകണം, അത് നമ്മൾ വിശകലനം ചെയ്തു. ലെറ്ററായ എയിൽ നിന്ന് നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ ഓരോ ലെറ്ററിൻ്റെയും പ്രൊനൗൺസിയേഷൻ, 2 ലെറ്റേഴ്സ് ചേരുമ്പോൾ, അല്ലെങ്കിൽ വവൽസ് 2 വവൽസ് തമ്മിൽ ചേരുമ്പോൾ, ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെസണിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ആദ്യത്തെ ക്ലാസ്സുകളിൽ. അതിനുശേഷം നമ്മൾ വേർഡിനെ കുറിച്ച് ആധികാരികമായി പഠിച്ചു. എങ്ങനെയാണ് വേർഡ് ഫോം ചെയ്യുന്നത്, എത്ര തരത്തിലുള്ള വേർഡ്സ് ഉണ്ട്, എങ്ങനെയാണ് വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രാഥമികമായിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമ്മൾ സെൻറ്റൻസിനെ കുറിച്ച് പഠിച്ചു. സെൻറ്റൻസിന് നമ്മൾ ഫാമിലി, ഒരു കുടുംബവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തു. ഒരു കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും എക്സിസ്റ്റൻസ് ഉണ്ട്, നിലനിൽപ്പുണ്ട്, അഡ്രസ്സ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു സെൻറ്റൻസിലെ എല്ലാ വേർഡിനും അതിൻ്റേതായ ഒരു ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ്, ഇറ്റ്സ് ഓൺ അഡ്രസ്സ് ഉണ്ട്. ഓരോന്നും ഓരോ കാറ്റഗറിയിൽ പെടുക. അപ്പോൾ എത്ര വേർഡ് ഉണ്ടെങ്കിലും, ഒരു സെൻറ്റൻസിൽ എത്ര വേർഡ് ഉണ്ടെങ്കിലും ഓരോ വേർഡും ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെട്ടതായിരിക്കും. അതിന് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പേര് കൊടുത്തു. ആ പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു ഗ്രാമാറ്റിക്കൽ ടേമായിട്ടൊന്നും നമ്മൾ കരുതേണ്ടതില്ല. അത് മനസ്സിലാകാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ വളരെ വളരെ മൈക്രോ അപ്രോച്ചിലാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുക. ചെറിയ 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 സ്റ്റെപ്പുകൾ വെച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മൾ വലിയ കാര്യത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഈ ക്ലാസ്സിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ലാംഗ്വേജിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ അറിവാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ്. സെൻറ്റൻസ് ആണല്ലോ ഭാഷയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. സെൻറ്റൻസ് ആണ്. നമ്മൾ സംസാരിക്കുന്നതൊക്കെ സെൻറ്റൻസ് ആണ്. അത് ഒരു ലെറ്ററേ ഉള്ളൂ എങ്കിൽ പോലും അതൊരു സെൻറ്റൻസ് ആണ്. ആശയം പറഞ്ഞ് അവതരിപ്പിക്കാൻ, ഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ കൂട്ടമെല്ലാം സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് സെൻറ്റൻസ്, ഏതൊക്കെ തരത്തിലുള്ള സെൻറ്റൻസ് ഉണ്ട്, ഞാൻ പറയുന്ന സെൻറ്റൻസ് ഏത് തരത്തിലുള്ളതാണെന്നൊരു അവബോധം നമുക്കുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടെ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഗ്രാമറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് എന്നത്. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സെൻറ്റൻസുകളാണുള്ളത്. പക്ഷേ ഓർക്കുക, സെവറൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആർ ദെയർ ഇൻ ഇംഗ്ലീഷ്. സെവറൽ ടൈപ്സ്, ധാരാളം തരത്തിലുള്ള സെൻറ്റൻസുകളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് 4 തരത്തിലുള്ള സെൻറ്റൻസുകളാണ്. അത് ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അസേർട്ടീവ് സെൻറ്റൻസസ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ഓരോന്നും വിശദമായി ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാൻ പറഞ്ഞത് അസേർട്ടീവ് സെൻറ്റൻസ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് 3 ഒന്ന് തന്നെയാണ്.
ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഡിക്ലെയർ ചെയ്യാൻ, ഒരു വസ്തുത പറഞ്ഞു ഫലിപ്പിക്കാൻ. അതായത് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം മറ്റൊരാളോട് പറയുമെങ്കിൽ, നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസാണ് സ്റ്റേറ്റ്മെൻറ്റ്. വസ്തുത സ്റ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഫാക്ട്സ് സ്റ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. അതായത് ഞാനൊരു ടീച്ചറാണ്, ഐ എം എ ടീച്ചർ, അതൊരു വസ്തുതയാണ്. ഞാൻ ആ സെൻറ്റൻസ് ഉപയോഗിച്ചത് എന്തിനാണ്? ഞാൻ എൻ്റെ ആ വസ്തുത നിങ്ങളോട് ഞാൻ സ്റ്റേറ്റ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. അപ്പോൾ എനിക്കറിയാം, എനിക്ക് വിശ്വാസമുണ്ട്, ഐ എം എ ടീച്ചർ. ഹീ ഈസ് കമ്മിങ് ഫ്രം ദ മാർക്കറ്റ്. അവൻ മാർക്കറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വാസ്തവമാണ്. അത് മറച്ചു വെക്കാനൊന്നുമില്ല, അതൊരു വാസ്തവമാണ്. അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക സെൻറ്റൻസാണ്. അവസാനം അത് ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക. അപ്പോൾ വസ്തുതകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ അത് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. അതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിന് മറ്റൊരു പേരാണ് അസർട്ടീവ് സെൻറ്റൻസസ്, മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാലും അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാലും സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഏതാനും ചില എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം. ദിസ് ബോക്സ് ഈസ് മൈൻ. ഈ ബോക്സ് എൻ്റേതാണ്. അതിനകത്തൊന്നും സംശയിക്കേണ്ടതില്ല, മറ്റാർക്കും ഒന്നും ചോദിക്കേണ്ടതില്ല, മറ്റൊരു മറുപടിയും പ്രതീക്ഷിക്കുന്നില്ല. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ മുറിയിൽ നല്ല വായു സഞ്ചാരമുണ്ട്. ദർ ഈസ് സഫീഷ്യൻറ്റ് എയർ സർക്കുലേഷൻ ഇൻ ദിസ് റൂം. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് സ്റ്റേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നതാണ്. അസർട്ടീവ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ ടേംസ് നമുക്കൊന്ന് നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ ടേംസ് ഒന്ന് കിടക്കും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള സെൻറ്റൻസ് ലാംഗ്വേജ് പഠനത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നോ അസർട്ടീവ് സെൻറ്റൻസ് എന്നോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നോ ഒന്നും പഠിച്ചു വെക്കണമെങ്കിൽ ഇല്ല. എങ്കിൽ പോലും ഈ വീഡിയോ നിങ്ങൾ പല പ്രാവശ്യം കാണുമ്പോൾ ഈ സെൻറ്റൻസസ് നമ്മുടെ ഉപബോധ മനസ്സിൽ ഇതിങ്ങനെ കിടക്കും. അടുത്ത ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇൻ്ററോഗേഷൻ എന്ന് പറയുന്ന വേർഡ് നമുക്കെല്ലാം പരിചയമുണ്ട്. പോലീസ് ഇൻ്ററോഗേഷൻ നടത്താറുണ്ട്. പിടിക്കപ്പെടുന്ന വ്യക്തികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നയാളെ ഇൻ്ററോഗേഷൻ നടത്തും. ഇതിനു വേണ്ടിയാണ് അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇൻ്ററോഗേഷൻ നടക്കും. ഇൻ്ററോഗേഷൻ എന്ന് പറയുന്ന വേർഡ് തന്നെ ചോദ്യം ചെയ്യലെന്നാണ്. അപ്പോൾ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്താണ്? സെൻറ്റൻസസ് യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് എല്ലാം ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധിക്കും. യെസ് അല്ലെങ്കിൽ നോ എന്ന് മറുപടി കിട്ടുന്ന തരത്തിലുള്ള ചോദ്യവും, ഏതെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമുള്ള തരത്തിലുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ ഒരു ക്വസ്റ്റ്യനായി മാറുന്നു, എങ്ങനെയാണ് ഒരു വിവരങ്ങൾ ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡോടുകൂടിയുള്ള ഒരു ചോദ്യം എങ്ങനെയാണ് ചോദിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കൃത്യമായി വളരെ നിസ്സാരമായി ലളിതമായ മാർഗ്ഗങ്ങളിലൂടെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസിനെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡും ഉണ്ട്. ഒരു വിവരം ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഈസ് ദിസ് യുവർ ഫാദർ എന്ന് ചോദിച്ചാൽ ഇതാണോ നിൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചാൽ എസ് അല്ലെങ്കിൽ നോ എന്നാണ് മറുപടി. പക്ഷേ ഹൂ ഈസ് യുവർ ഫാദർ എന്ന് ചോദിച്ചാൽ അതിന് എസ് അല്ലെങ്കിൽ നോ എന്ന് മറുപടി പറഞ്ഞാൽ പോരാ. വെയർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിച്ചാൽ അത് ഒരു ഇൻഫർമേഷൻ ആവശ്യമാണ്. അപ്പോൾ വ്യത്യാസം നമുക്ക് പഠിക്കാം, പിന്നീട് നമുക്ക് പഠിക്കാം. അപ്പോൾ രണ്ട് തരത്തിലുള്ള ചോദ്യമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അടുത്ത ഒരു കാറ്റഗറി ഉണ്ട് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഒരു കമാൻഡ് പറയുന്നതിനോ ഒരു റിക്വസ്റ്റ് നടത്തുന്നതിനോ, അതായത് ഒരു അഭ്യർത്ഥന നടത്തുന്നതിനോ ഒരു ആജ്ഞ നടത്തുന്നതിനോ ഒക്കെയാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. ഗെറ്റ് ഔട്ട് ഓഫ് ദ റൂം. ഈ മുറിയിൽ നിന്ന് പുറത്തു പോകും. പ്ലീസ് ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്. ഷോ മീ യുവർ പെൻ. ഇതെല്ലാം ചില നിർദ്ദേശങ്ങളാണ്, ചില കമാൻഡുകളാണ്. ആരാണിത് ചെയ്യേണ്ടത്? ആരോടാണോ ഈ നിർദ്ദേശം നടത്തുന്നത് അയാളാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ഇമ്പരേറ്റീവ് സെൻറ്റൻസിലും ചെയ്യേണ്ട വ്യക്തി, അതായത് സബ്ജക്റ്റ് യു ആയിരിക്കും. ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ യു ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ് എന്നാണ്. അതിനകത്ത് യു എന്ന ഒരു വേർഡ് അവിടെ ഉണ്ട്, പക്ഷെ നമ്മളത് പറയുന്നില്ല. ടേക്ക് ദിസ് ഫ്രം ഹിയർ, ടേക്ക് ഇറ്റ് അവേ. ഇത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റൂ. യു ടേക്ക് ഇറ്റ് അവേ എന്നാണ്. സ്വിച്ച് ഓൺ ദ ഫാൻ പ്ലീസ്. യു സ്വിച്ച് ഓൺ ദ ഫാൻ പ്ലീസ് എന്നാണ്. അപ്പം ഇതെല്ലാം ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. കമാൻഡിന് വേണ്ടിയോ റിക്വസ്റ്റ് പറയാൻ വേണ്ടിയോ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള സെൻറ്റൻസ് എല്ലാം ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും ഇമ്പരേറ്റീവ് സെൻറ്റൻസും ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക. പക്ഷേ ചോദ്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ മാർക്കിലാണ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുക.
അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടു, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് കണ്ടു, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് പഠിച്ചു. അടുത്ത ഒരു കാറ്റഗറി കൂടെ ഉണ്ട്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. നമുക്ക് സഡൻ ഫീലിംഗ്, ഒരുപക്ഷെ അത് ഫിയർ ആകാം, അല്ലെങ്കിൽ അത് വണ്ടർ ആകാം, അല്ലെങ്കിൽ നമുക്ക് അമിതമായ സന്തോഷമാകാം. എന്തായിരുന്നാലും നമ്മുടെ ഒരു സഡൻ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സെൻറ്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എപ്പോഴും ഒരു എക്സ്ക്ലമേഷൻ മാർക്കിലാണ് അവസാനിക്കുക. ഏതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്? ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്കിലാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അവസാനിക്കുക. വളരെ ബ്യൂട്ടിഫുൾ സൺസെറ്റ്, എത്ര മനോഹരമായ സൂര്യാസ്തമനം, വളരെ ബ്യൂട്ടിഫുൾ ഷർട്ട്. ഇതെല്ലാം നമ്മുടെ സഡൻ ഫീലിംഗ് ആണ്. വളരെ ഹോറിബിൾ സൈറ്റ്, എത്ര ഭയാനകമായ കാഴ്ച. ഇതെല്ലാം എക്സ്ക്ലമേഷൻ മാർക്കോടുകൂടി അവസാനിക്കുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആണ്. അപ്പോൾ നമ്മൾ 4 തരത്തിലുള്ള സെൻറ്റൻസ് നമ്മൾ പരിചയപ്പെടും. അപ്പോൾ ഈ ക്ലാസ്സിൽ സെൻറ്റൻസിനെ കുറിച്ചുള്ള ഒരു ധാരണ മാത്രമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. 4 തരത്തിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതൊരു കാറ്റഗറി, ഒരു കൈൻഡ് ഓഫ് സെൻറ്റൻസ്, ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. അടുത്തത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് എല്ലാം ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അടുത്തത് കമാൻഡ്സ്, റിക്വസ്റ്റ് എന്നിവ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. 4ാമത്തെ കാറ്റഗറി നമുക്ക് സഡൻ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ആണ്, അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇത് കൂടാതെ ഇനി കോമ്പൗണ്ട് സെൻറ്റൻസ് എന്നും കോംപ്ലക്സ് സെൻറ്റൻസ് എന്നും കോംപ്ലക്സ് സെൻറ്റൻസ് എന്നും ഒക്കെ പറഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ക്രമേണ ഇതെല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കും. പെട്ടെന്ന് നമുക്ക് റിട്ടൺ ലാംഗ്വേജിലേക്കും പെട്ടെന്ന് സംസാരത്തിൻ്റെ സ്പോക്കൺ ലാംഗ്വേജിലേക്കും ഒക്കെ കടക്കാനായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായ, വളരെയധികം ചിന്തിച്ച് തന്നിരിക്കുന്ന ക്ലാസ്സുകളാണ് ഇതെല്ലാം. ഞാൻ എൻ്റെ അധ്യാപന ജീവിതത്തിലെ 30 വർഷത്തെ പരിചയത്തിൻ്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് ഞാൻ വളരെയധികം ആത്മവിശ്വാസമുണ്ട്. ഞാൻ അക്കാര്യത്തിൽ എനിക്ക് നിങ്ങൾ പഠിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുമുണ്ട്. കാരണം അതിന് തെളിവുകളുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിന്നാൽ തീർച്ചയായും നിങ്ങളെ ഞാൻ ലാംഗ്വേജ് പഠിപ്പിക്കും, തീർച്ചയായും പഠിപ്പിക്കും. അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. സംശയമുള്ള ഭാഗം നിങ്ങൾ ആവർത്തിച്ച് കാണുക. അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.